ഇന്നലെ ഞാൻ സനൽകുമാർ, ശശിധരൻ, മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സനൽകുമാർ, ശശിധരൻ ഒരു ഓഡിയോ ക്ലിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ മഞ്ജു വാര്യരുടെ ജീവൻ അപകടം, മഞ്ജു വാര്യരെ രക്ഷിക്കാൻ നോക്കുന്നു, മഞ്ജു വാര്യരുമായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അത് കേസായത്. അപ്പം എന്താണെങ്കിലും ഇന്നലെ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം 24/7 ചാനൽ ന്യൂസ് 18 കേരളം ഇയാളെ വിളിച്ച് എക്സ്ക്ലൂസീവായിട്ട് കാര്യങ്ങൾ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇയാൾ പറയുന്നത് മഞ്ജു വാര്യരല്ലെങ്കിൽ മഞ്ജു വാര്യരിന് എന്തുകൊണ്ട് അതിന് റെസ്പോണ്ട് ചെയ്തുകൂടാ, മഞ്ജു വാര്യരല്ല ആ ശബ്ദത്തിന് ഉടമ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടുകൂടാ, പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞുകൂടാ. എടാ, ഇതിൻ്റെ ആവശ്യം എന്താ? മഞ്ജു വാര്യർ നേരെ കൊണ്ടുപോയി കേസ് കൊടുത്തില്ലേ? ഒന്നല്ല, രണ്ടാമത്തെ കേസാണത്. ആദ്യത്തെ കേസേ തീരുമാനമായിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ നാട് വിട്ട് അമേരിക്കയിൽ പോയി. ഇപ്പോൾ രണ്ടാമത്തെ കേസും ആയിരിക്കുകയാണ്. അല്ലാതെ മഞ്ജു വാര്യരിന് എന്തിനിടെ ആവശ്യം, എന്താവശ്യമുള്ളതെന്ന് എനിക്കറിയില്ല. കേസ് കൊടുക്കുന്നത് തന്നെയാണ് അതിലെ മെയിൻ കാര്യം. അപ്പോൾ അതവർ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇയാൾ ന്യൂസ് 18 കേരളത്തിന് ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് വീണ്ടും മഞ്ജു വാര്യരുമായിട്ട് വെല്ലുവിളി കാര്യങ്ങൾ, മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിൽ, ഈ സ്കീം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അത് നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ടൊവിനോ തോമസിനെ വെച്ചിട്ട് ഇയാളൊരു പടം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ടൊവിനോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇയാളെ കുറിച്ചിട്ട്. ഇപ്പം കറക്റ്റായി വരുന്നുണ്ട് ഈ സംഗതികളെല്ലാം കൂടി. ഇയാൾ മൊത്തത്തിൽ പ്രശ്നക്കാരനാണ്, ഈ സനൽ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇന്നലെ ന്യൂസ് 18 ഇയാൾ കൊടുത്ത എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇത് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തു വിട്ടത്. കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് കോണ്ടാക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. അതിനകത്ത് എന്ത് സ്റ്റോക്കിംഗ് ആണുള്ളത്? അപ്പൊ പിന്നെ ഈ പരാതി വന്നിരിക്കുന്നത് ഇപ്പോ ആദ്യത്തെ കേസിൽ കുറ്റപത്രം നൽകാനിരിക്കുകയാണ് ഈ രണ്ടാമത്തെ പരാതിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരാതി കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല, പരാതി കൊടുക്കേണ്ട സാഹചര്യം ഇല്ല. ഇതിനകത്ത് ആകെ കൂടെ ഉള്ളത്, ഞാൻ ആ ശബ്ദരേഖ പുറത്തു വെക്കുമ്പോ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത്, മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് അത് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണം എന്നില്ലല്ലോ. അത് ഓരോരുത്തർ ചോയ്സ് ആണല്ലോ. നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. എല്ലാവരും പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയില്ലല്ലോ. നിയമപരമായിട്ട് ഇതിനു മുൻപ്, ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുൻപ് 3 വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൊടുത്ത പരാതി എന്താണ്? ഇപ്പൊ കൊടുത്ത പരാതി, ഞാൻ ഒരു 7 ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് 2 വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയുകയല്ലേ ചെയ്യേണ്ടത്. ഇതെന്റെ ശബ്ദരേഖ അല്ല എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നു, ഇതാണ് ശബ്ദരേഖ, അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു. അപ്പൊ അവർക്ക് ചെയ്യാവുന്നത്, സനൽ ഇത് ഞാനാണ്, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം. ഇതൊന്നും അല്ലാതെ 8 ദിവസത്തിന് ശേഷം, 8-10 ദിവസമായി തോന്നുന്നു, ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഞാൻ പറയട്ടെ, ആ ശബ്ദരേഖയിൽ ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നുണ്ട്. അവരുടെ സ്ലാങ് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2 വർഷമായിട്ട് രാത്രി പകല് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് മഞ്ജു വാര്യർ പറയട്ടെ, ഞാൻ ബാക്കി തെളിവുകൾ പുറത്തു വയ്ക്കാം. അതായത് ഇവരുടെ ഫോൺ നമ്പറിൽ നിങ്ങളുടെ ഭാഗത്തുണ്ടോ ഇത് തെളിയിക്കാൻ? ഉറപ്പായിട്ടുണ്ട്. അതായത് അവരുടെ നമ്പറിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുള്ള ഫോൺ ലിസ്റ്റുകൾ ഉണ്ടോ? അവരുടെ നമ്പറിൽ നിന്ന് എന്തിനാ വിളിക്കുന്നത്? ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങൾ വേറൊരു ശബ്ദത്തിൽ നിന്ന്, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാതാകും. ഇവൻ എന്തുമാതിരി പൊട്ടറാന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആ ഒരു ശബ്ദരേഖ ഇന്നലെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നത് മഞ്ജു വാര്യർ. ഇനിയിപ്പോൾ ശബ്ദം മാറ്റി വിളിച്ചു, അയാൾ സ്ലാങ് മാറ്റി വിളിച്ചു എന്നൊക്കെ ഇയാൾ ഇരുന്ന് പറയുമ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു റെയർ പീസ് മണ്ടൻ ഇയാൾ മാത്രമേ കാണൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഇല്ലാത്തൊരു സംഭവം, ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളിൽ മഞ്ജു വാര്യർ എന്തിന് ഈ മണ്ടനെ വിളിക്കണം? അല്ലെങ്കിൽ ഇയാളുടെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണല്ലോ ഈ മഞ്ജു വാര്യർ. ഇയാളെ
നിരന്തരമായിട്ട് സംസാരിക്കുന്നു, വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം ഫേക്ക് ID എന്ന് മാത്രം വിളിച്ച്, ഫേക്ക് നമ്പർ എന്ന് മാത്രം വിളിച്ച് സംസാരിക്കും. ഇയാൾ അതിൽ ഒറിജിനൽ നമ്പറില്ലേ, അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ പോരെ നിങ്ങൾ തന്നെയാണോ ഇത് എന്നുള്ളത്. സംഗതി ഈ ലോക പൊട്ടനെ ആരോ പറ്റിച്ചതാണ്. എന്താണെങ്കിലും ഇതിൻ്റെ മുകളിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇയാൾ പറയുന്ന ഒരു കാര്യം വളരെ സിമിലറായിട്ട് ടൊവിനോ തോമസിൻ്റെ കേസിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം മൊത്തം ഇയാളെ എതിർക്കുന്നു. ഇയാൾ ഏത് സിനിമ ചെയ്താലും അത് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഇലുമിനാറ്റികൾ ഇയാളെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഒരു മൈൻഡ് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. കാരണം ടൊവിനോ തോമസിൻ്റെ സിനിമയുടെ ഇഷ്യൂലും സെയിം നറേറ്റീവാണ് ഇയാൾ കൊണ്ടുവന്നത്. ഇയാൾ ആരൊക്കെയോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഇയാളുടെ സിനിമ പുറത്തിറങ്ങാതിരിക്കാൻ ആരൊക്കെയോ ഗൂഢാലോചന ചെയ്യുന്നു. ഇയാൾ ഏത് പടർത്താലും ഇങ്ങനെ ഒരു ഏതോ ലോകം കണ്ട നമ്പർ 1 ഡയറക്ടർ ആണല്ലോ ഇയാൾ. സംഗതി ശരിയാണ്, 6-7 സിനിമയ്ക്ക് ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് അടക്കം കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ച്. അതൊക്കെ അയാളുടെ കഴിവ് തന്നെ. പക്ഷേ ഇങ്ങനെ ഈ ഭൂലോക ബ്ലണ്ടർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റർ സനൽകുമാർ, നിങ്ങൾ ലോകത്തിനെ മൊത്തം പൊട്ടനാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം പൊട്ടനാണെന്നുള്ളത് ലോകത്തിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോന്നാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്ന ഇയാളെ പിന്നാലെ. ഇയാളെ പോസ്റ്റുകൾ അങ്ങനെയാണ്, സിനിമ മാഫിയ, മറ്റേ ഉള്ള കാര്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. സിനിമയിൽ നിന്ന് ആരൊക്കെയോ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ആരാന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അറിയില്ല. എന്നാൽ ഇയാൾ അഭിനയിച്ച സിനിമകൾ എവിടെയോ റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്തൊരു കൂട്ടം ആളുകളുണ്ടെന്നും, ഇയാളുടെ ജീവന് അപായപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തി ചെയ്യുന്ന ആളുകളുണ്ടെന്നും, ഇയാളുടെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുമായിട്ട് ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതാണെങ്കിലും വഴക്ക് എന്ന് പറഞ്ഞ മൂവി, ഓക്കെ, ആ മൂവി റിലേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ ടൊവിനോ തോമസുമായിട്ട് സീൻ പിടിച്ചത്. എന്താണെങ്കിലും അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ വീണ്ടും ഈ മഞ്ജു വാര്യരുടെ സിനിമ കാണിച്ച പോലെ തന്നെ ടൊവിനോയുടെ വഴക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ലിങ്ക് കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഏറ്റവും കൂടുതൽ ട്രിഗറിങ് പോയിൻ്റ് ആയതും. അവിടെ വെച്ചിട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിൻ്റെ അന്നത്തെ ന്യൂസ് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമയെന്നും എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമെന്നുമുള്ള കുറിപ്പോടെയാണ് 1 മണിക്കൂർ 33 മിനിറ്റുള്ള സിനിമയുടെ ലിങ്ക് സനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളതുകൊണ്ട് വഴക്ക് തിയേറ്ററിലോ OTTയിലോ റിലീസ് ചെയ്യാൻ ടൊവിനോ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം. എന്നാൽ സംവിധായകന്റെ ആരോപണം ശരിയല്ലെന്ന് വ്യക്തമാക്കിയ ടൊവിനോ, സനൽകുമാർ ശശിധരനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു വഴക്കിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തതെന്നും 27 ലക്ഷം മുടക്കുകയും 1 രൂപ പോലും തനിക്ക് ശമ്പളമായി കിട്ടിയില്ലെന്നും പ്രതികരിച്ചിരുന്നു. എന്നാൽ ടൊവിനോ കള്ളം പറയുന്നുവെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് വഴക്കിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിങ്ക് ആർക്കും സൗജന്യമായി കാണാവുന്ന വിധത്തിൽ സനൽകുമാർ പങ്കുവച്ചതും. വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ടൊവിനോ തയ്യാറായിട്ടില്ല. ഇതാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ്. പിന്നെ അന്ന് അയാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ. ഈ വഴക്ക് എന്ന് പറഞ്ഞ മൂവി, ഈ മൂവിക്ക് കുറേ സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു കുട്ടിയുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം ഒരു കുട്ടി സ്കൂളിൽ നിന്ന് മറ്റേ ബാഗൊക്കെ തൂക്കി വരുന്ന വഴിക്ക് കാറിലിരുന്നിട്ട് കുട്ടിയുടെ റിലേറ്റീവ്സ് നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാളികപ്പുറം ഫെയിം ആയിട്ടുള്ള ദേവനന്ദ, ആ കുട്ടിയായിട്ടുള്ളൊരു കമ്പാരിസണും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് കിട്ടി ആ കുട്ടിക്ക് കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അന്ന് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ഏതാണ് ഈ പടം, എങ്ങനെയാണ് ഈ പടം എന്നുള്ളത്. എന്താണെങ്കിലും എന്തുകൊണ്ട് ഈ സിനിമ OTTയിലേക്ക് പോയില്ല? ഓക്കെ, സനലുമായിട്ട് ടൊവിനോയുടെ സീൻ എന്താ? ടൊവിനോ ഈ വഴക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡിലും കൂടി ഇൻക്ലൂഡഡായി പൈസ മുടക്കിയ ഒരാളാണ്. അപ്പോൾ എന്നിട്ടും ഈ സിനിമ എന്തുകൊണ്ട് OTTയിലേക്കോ അല്ലെങ്കിൽ തിയേറ്റർ റിലീസിലേക്കോ ഫിലിം ഫെസ്റ്റിവലിൽ മാത്രം ഓടിച്ചു പോകാനുണ്ടായ റീസൺ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ടൊവിനോ അന്ന് വളരെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ലൈവിൻ്റെ എൻഡിലേക്ക് ഈ സനൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വിഷയം, അതായത് ഇപ്പോൾ മഞ്ജു വാര്യർ കേസിൽ ഇയാൾ പറയുന്ന ലോകം മൊത്തം ഇയാളെ എതിർക്കുന്നു, ലോകം മൊത്തം ഇയാളെ കൊല്ലാൻ നടക്കുന്നു എന്നുള്ള ഇയാളുടെ ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്, അതിനെക്കുറിച്ചൊക്കെ ടൊവിനോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോന്ന് വെച്ച് നമുക്ക് നോക്കാം. ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്റ്റ് ചെയ്തു, ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസിൽ വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പോൾ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. അങ്ങനെ പുള്ളി ഇതിന് ശേഷം
നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാരെ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, പുറത്ത് തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംവദിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരുടെ അടുത്തോട്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFK കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയുക കൊണ്ടുപോയി പോകും. ടൊവിനോ പറഞ്ഞ കാര്യം സത്യമല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന് റിലീസ് ചെയ്ത് ആ സിനിമ ഭയങ്കര സക്സസ്ഫുൾ, ഈ ഫെസ്റ്റിവൽ പോട്ടെ, ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു സിനിമ റിലീസായി അത് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് കാണും. ഒരു ഇഡിയോ, സെൻറ്റിമെൻസോ അല്ലെങ്കിൽ ഫണ്ണോ എന്തെങ്കിലുമൊക്കെ ഒരു കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവാനുള്ള ഒരു ഫാക്ടർ കാണും. മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് അങ്ങനെയല്ല അവാർഡ്സിന് പോകുന്ന പടങ്ങൾ. ഓക്കെ, ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന പടങ്ങൾ, അവാർഡ്സിന് പോകുന്ന പടങ്ങളിൽ കൊമേഴ്ഷ്യൽ എലമെൻറ്റ് കുറവായിരിക്കും. അത് കൃത്യമായിട്ട് ടൊവിനോയ്ക്ക് അറിയാം. പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാലോ അഭിനയിക്കുന്നവർക്കോ നമ്മളൊരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു, അതിനൊരു എന്താ പറയുക ക്രിട്ടിക്കലി ഒരു ഭയങ്കര ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യണം, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം, അതിന് കുറച്ച് അവാർഡ് കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ ആ സാധനം ഒരിക്കലും തിയേറ്ററിൽ വർക്കൗട്ട് ആവും. ഭയങ്കര പാടാണ് ആ സാധനം, ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു സമയത്ത് എങ്ങനെ ഈ പടം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വർക്കൗട്ട് ആവും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ നിൽക്കും എന്നുള്ളതൊക്കെ ഇയാളുടെ മൈൻഡിൽ ഇരിക്കില്ലേ ടൊവിനോടെ? ആക്ച്വലി അതിന് പൈസയും കൂടി മുടക്കിയ ഒരാളാവുമ്പോൾ അയാൾക്കത് അങ്ങനെ തിയേറ്ററിൽ ഇറക്കിയിട്ട് അത് പൊട്ടിച്ച് കളയണ്ട എന്നുള്ളതാണ് ടൊവിനോയുടെ മൈൻഡ്. അതുകൊണ്ട് ടൊവിനോ ആ സംഗതി ഒന്ന് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. അതിലെന്താ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതും ഈ സനലിന് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ വിഷയങ്ങളാണ് ശരിക്കും ആക്ച്വലി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഏതോ നിഗൂഢമായ മാഫിയ ടൊവിനോയുടെ നേതൃത്വത്തിൽ ഇയാൾക്കെതിരെ ഒരു പ്രവർത്തിച്ചു, സിനിമയിൽ ഒരു കൂട്ടം മാഫിയ സംഘങ്ങൾ ഇയാളെ ഇല്ലാതാക്കാൻ നോക്കുന്നു. ഈ സ്റ്റോറി ലൈനാണ് അയാൾ ഈ കാര്യത്തിന് പറയുന്നത്. ടൊവിനോ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഉണ്ടാക്കാത്തൊരു പടം അത് വർക്കൗട്ട് ആവില്ല തിയേറ്ററിൽ. നമുക്കിപ്പോൾ മമ്മൂക്കാൻ്റെ ഒരു പടം LJPയുടെ പടം ഉണ്ടായിരുന്നല്ലോ, നൻപകൽ നേരത്ത് മയക്കം. ഈ പടം അന്ന് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇട്ട സമയത്ത് IFFKയിലൊക്കെ ഭയങ്കര കയ്യടി കിട്ടി, ഭയങ്കര തിരക്കായിരുന്നു ആ പടം കാണാൻ. തിയേറ്ററിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ഗ്രാൻഡ് മാസീവ് സക്സസ് ആയില്ല ആ പടം. അതൊക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ലോകം മൊത്തം ഇയാളെ കൊല്ലാൻ നോക്കണമെന്ന് പറഞ്ഞ കാര്യമായിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയും കഴിഞ്ഞിട്ടില്ലേ. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ OTTയിൽ നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTTകളുമായിട്ടും എൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTTയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് പൈസ മുടങ്ങി കിടക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്,
അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിന് ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിനുശേഷം ഈ OTTയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTTയിൽ റിലീസ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, പക്ഷെ നമ്മൾ ഓൾറെഡി കുറേ ആൾക്കാർ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്കിത് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTTസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പോൾ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. അപ്പോൾ OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗൂഗിളിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണം അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെയും ടൊവിനോ പറഞ്ഞത് ഫെയർ ഇനഫാണ്. OTTയിൽ എന്തുകൊണ്ട് ഈ പടം റിലീസ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ എക്സാക്ട് റീസൺ, ഇയാൾക്കെതിരെ കേസുണ്ട്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിയെ അപമാനിച്ചു, കേസാണ്. OTT പോളിസീസിൽ ഇങ്ങനത്തെ കേസുകളുള്ള സിനിമകൾ എടുക്കാനോ അങ്ങനത്തെ ആളുകളുടെ സിനിമ അവർ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അപ്പം അവിടെയും പ്രശ്നം സനലാണ്, ടൊവിനോ അല്ല. ടൊവിനോയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമുള്ളതായിട്ട് അത് അതർ പ്രൊഡ്യൂസറോ ഇവരല്ല വിഷയം. സനൽ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തു വെച്ച കാര്യങ്ങളും അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും അയാളുടെ ആ ഒരു കേസും ഒക്കെ തന്നെയായിരുന്നു വിഷയം. അവിടെയും നഷ്ടം ടൊവിനോയ്ക്കാണ്. എന്നിട്ട് പോലും ടൊവിനോ കുഴപ്പമില്ല, ഇയാൾ എന്തോ ചെയ്തോട്ടെ, കിട്ടുന്ന കാശ് ഇയാൾ എടുത്തോട്ടെ, വിഷയമില്ല. കാരണം ടൊവിനോ പരിചയപ്പെട്ട സമയത്ത് ഈ സനൽ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ടാണ് ടൊവിനോ അന്നും എന്ത് ചെയ്തത്, ഇതൊക്കെ പോട്ടേന്ന് വെച്ചേ. എന്നാലും ടൊവിനോനെ അടക്കം വെറുതെ വിടാതെ ഇയാളെ ഭ്രാന്തം പരിപാടിക്ക് വേണ്ടി ഇയാൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ഇട്ട് ആളുകളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇയാൾക്കല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്? കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനും ഈ ഗിരീഷേട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ. ഞാനൊരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്, പുള്ളി ഒരു 27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. സനലേട്ടന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുള്ളി പലതവണയായിട്ട് ശമ്പളം ആയിട്ട് മേടിച്ചിട്ടുണ്ട്. IFFKയിൽ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഫാക്ടുകൾ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. പുള്ളി എന്നോട് ചെയ്ത പോലെ പുള്ളിയുടെ ക്യാരക്ടർ അസാസിനേഷൻ എൻ്റെ കാര്യമേ അല്ല. എനിക്കിപ്പോഴും പുള്ളിയോട് ആസ് എ ഫിലിം മേക്കർ റെസ്പെക്ട് ഉണ്ട്, പുള്ളി ചെയ്ത സിനിമയോട് ഇഷ്ടമുണ്ട്. പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സനലേട്ടനോട് എനിക്കിപ്പോഴും നല്ല സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ സനലേട്ടനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാനല്ല. ഒരാളുടെ മാനസിക നിലയോ ഒരാളുടെ ചിന്താഗതിയോ സ്വഭാവ സവിശേഷതയോ ഇതൊന്നും വിലയിരുത്താനായിട്ട് ഞാൻ ആരുമല്ല. ഇതാണ് എൻ്റെ ഭാഗത്ത് പറയുന്നത് സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ടൊവിനോ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ, ഇതിന് മുമ്പ് മഞ്ജു വാര്യർക്കെതിരെ ഇയാൾ സംസാരിക്കുമ്പോഴും ഇയാൾ പറയുന്നത് അയാളെയും മഞ്ജു വാര്യരുടെ മകളെയൊക്കെ ആരൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ലോകം മൊത്തം കോർണർ ചെയ്യുകയാണ്, ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കാലം മുമ്പ് മറുനാടൻ മലയാളിയിൽ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകളത് ലോകം മൊത്തം തലയ്ക്കകത്ത് ചിപ്പ് വെച്ച് ഇവരെ വിട്ടിട്ട് ലോകം മൊത്തം ഇവരെ കൊല്ലാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു കൂട്ടം ആളുകൾ. ചില ആളുകൾക്കുള്ളൊരു ഹവാന സിൻഡ്രോം അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അന്ന് മെൻഷൻ ചെയ്ത് തന്നിട്ട്. എന്താണെങ്കിലും അങ്ങനെ എന്തോ പരിപാടിയാണ് ഇയാൾക്കത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. മനസ്സിലായോ? ആൾക്ക് ഈ ബുദ്ധി കൂടി എന്തോ സീൻ പറ്റിയതാ തോന്നുന്നു. കാരണം അങ്ങനത്തെ സിനിമകളാണ് ഇയാൾ എടുക്കുന്നത്.
ആൻഡ് ഇയാളുടെ ക്രിയേറ്റിവിറ്റി ലെവൽ അടിപൊളിയാണ്, എല്ലാം കൊള്ളാം. പക്ഷേ എവിടെയോ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് നടക്കാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റുള്ളൊരു വ്യക്തി. ഓക്കെ, ഇപ്പം ചില കാര്യങ്ങൾ ഉള്ളതായിട്ടും തോന്നും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നും തോന്നും. ഇല്യൂഷനായിരിക്കും പലതും അവരുടെ മൈൻഡിൽ. സോ ഇങ്ങനെയുള്ള വ്യക്തി പറയുന്നതും സംസാരിക്കുന്നതും കേട്ട് കഴിഞ്ഞാലോ കണ്ടു കഴിഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ് ഇയാളിട്ട വോയിസിനകത്ത് നമുക്കാരും ഇത് മഞ്ജു വാര്യരായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഇയാൾക്കത് മഞ്ജു വാര്യരാണ്. OTTയിൽ പടം റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തില്ല, കാരണം ടൊവിനോ തോമസിനെ ആരോ ഭീഷണിപ്പെടുത്തുന്നു, ടൊവിനോ തോമസ് ഇയാളെ തകർക്കാൻ നോക്കുന്നു. എക്സാക്ട് റീസൺസ് ടൊവിനോ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇയാൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് തന്നെ ഒരു തരം ത്രെറ്റാണ്. ഇവർ ഈ സ്റ്റേജിൽ നിന്ന് വിട്ട് വേറെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചു കളയും ബാക്കിയുള്ളവരെ. സോ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുക, ഇവർ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ തിങ് ടു ഡു. ഓക്കെ, ഇവർക്കൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യുന്നത് അടക്കം ഇവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കലാണ്, പോപ്പുലാരിറ്റി കൊടുക്കലാണ്. ന്യൂസുകാരാണെന്നുണ്ടെങ്കിലും വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ഒന്നും എടുക്കാതിരിക്കുക, എവിടെയോ എന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്നുകൊണ്ട് വിടുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ മഞ്ജു വാര്യരെ മാത്രമല്ല ടൊവിനോയുടെ കേസിലും ഇയാൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇനി എത്ര പേര് ഇയാളുടെ സിനിമയിൽ അഭിനയിച്ചവരിങ്ങനെ ഇയാളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു വരും എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും എന്തോ മനുഷ്യന്മാരുടെ ഇതൊക്കെ. ലാസ്റ്റ് മഞ്ജു വാര്യർ ഇതിന് ഉത്തരം പറയണം, കൊടുത്ത തന്നെ.